ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം 23 തിങ്കളാഴ്ച. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് 2026 മാർച്ച് 23 തിങ്കളാഴ്ച. പഞ്ചമി തിഥിയാണ്. അതുമാത്രമല്ല, അന്നത്തെ ദിവസം കാർത്തിക നക്ഷത്രം കൂടിയാണ്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥിക്ക് ലക്ഷ്മി പഞ്ചമി എന്നാണ് വിളിക്കുന്നത്. ആ ദിവസം നമ്മൾ ശ്രീ പഞ്ചമി അല്ലെങ്കിൽ ലക്ഷ്മി പഞ്ചമി ആയിട്ടാണ് ആഘോഷിക്കുന്നത്. പഞ്ചമി തിഥി ആരംഭിക്കുന്നത് 22-ാം തീയതി രാത്രി 9:16 മുതൽ 23-ാം തീയതി വൈകുന്നേരം 6:38 വരെയാണ്. അതുകൊണ്ട് തന്നെ 23-ാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മൾ ലക്ഷ്മി പഞ്ചമി അല്ലെങ്കിൽ ശ്രീ പഞ്ചമി ആയിട്ട് ആഘോഷിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള സമ്പത്തുകളും ആവശ്യമായിട്ടുണ്ട്. നമ്മൾ സമ്പത്ത് എന്ന് പറയുമ്പം നമ്മൾ സാധാരണയായിട്ട് ധനം, അതായത് കറൻസി, പൈസ, ഇത് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ സമ്പത്താണ്. പണം സമ്പത്താണ്, അഭിമാനം അത് സമ്പത്താണ്, കുട്ടികൾ അത് സമ്പത്താണ്, ആരോഗ്യം അത് സമ്പത്താണ്, സമൂഹത്തിൽ നല്ല മാന്യതയോട് കൂടിയ ജോലി, ബന്ധുജനങ്ങൾ, നല്ല സ്വഭാവം, ആരോഗ്യം, ഇങ്ങനെ നമുക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം സമ്പത്താണ്. ഈ സമ്പത്തുകളെല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നത് മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മഹാലക്ഷ്മി പൂജ കൃത്യമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പറയും ചിലർക്ക് ധാരാളം പണമുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. കുട്ടികൾക്ക് അസുഖങ്ങളാണ്, അല്ലെങ്കിൽ അസുഖങ്ങളില്ലാത്ത കുട്ടികളാണെങ്കിൽ അവരുടെ സ്വഭാവം അത്ര നല്ലതായിരിക്കുകയില്ല. ഇല്ലെങ്കിൽ കുട്ടികളുടെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, വിഷമമാണ്. പണം ധാരാളമുണ്ട്, പക്ഷെ മനസ്സമാധാനമില്ല. ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിലർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണില്ല, പക്ഷെ പണമില്ല, അതായിരിക്കും ബുദ്ധിമുട്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സമ്പത്ത് എന്ന് പറയുന്നത് പണം മാത്രമല്ല, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ചിലർക്ക് ഇതെല്ലാം കാണും, പക്ഷേ സമൂഹത്തിൽ ഒരു വിലയും കാണില്ല, പുച്ഛിക്കും ആളുകൾ. അതും ഒരു ദോഷമാണ്. അതുകൊണ്ട് തന്നെ അഭിമാനം എന്ന് പറയുന്നതും ഒരു സമ്പത്ത് തന്നെയാണ്. അതുകൊണ്ട് ഈ സമ്പത്തുകളെല്ലാം നമുക്ക്, ഈ ഐശ്വര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ മഹാവിഷ്ണു സമേതനായ മഹാലക്ഷ്മിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. മഹാലക്ഷ്മിക്ക് പൂജകൾ ചെയ്യുക, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പൂജകൾ ചെയ്യുക, പഞ്ചമി തിഥികളിൽ പൂജ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. തിങ്കളാഴ്ചയും കാർത്തികയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ശിവപ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉത്തമമാണ്. കാർത്തിക നക്ഷത്ര ദിവസം വ്രതമെടുത്ത് വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വേലായുധ സ്വാമിയുടെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുമെന്ന് സ്വാമി തന്നെ സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദേവതകൾക്ക്, കാർത്തിക അമ്മമാർക്ക് വേലായുധ സ്വാമി കൊടുത്ത അനുഗ്രഹമാണ്. കാർത്തിക അംഗമാരാണ് വേലായുധ സ്വാമിയെ ശരവണ പൊയ്കയുടെ തീരത്ത് വളർത്തിയത്. അതിനുശേഷം ജഗദംബികയായ പാർവതീദേവിയും ജഗത്തിന്റെ പിതാവായ പരമശിവനും കൂടി മകനെ കാണാനായി വരികയും മകനെ 6 കുമാരന്മാരായി കാണപ്പെട്ട മകനെ സ്കന്ദദേവനെ ആലിംഗനം ചെയ്യുകയും ദേവി ആലിംഗനം ചെയ്യുകയും ജ്ഞാനമാകുന്ന മുലപ്പാൽ ദേവി മകന് കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി കുഞ്ഞിൻ്റെ 6 ശരീരങ്ങളും ഒന്നായി ഭവിക്കുകയും 6 ശിരസ്സുകളോട് കൂടിയ ഒരു പുത്രനായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ പുത്രന് സ്കന്ദൻ എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം. പിന്നീട് പാർവതീദേവിയും പരമശിവനും കൂടി സ്കന്ദദേവനെ, മുരുകദേവനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് തന്നെ ഇത്ര കാലം വളർത്തിയ ആ കാർത്തിക അംഗമാർക്ക്, കാർത്തിക അമ്മമാർക്ക് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹമാണ് കാർത്തിക നക്ഷത്ര ദിവസം ആരാണോ എന്നെ പ്രാർത്ഥിക്കുന്നത്, വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്,
അവർക്ക് എൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് അമ്മമാർക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ് സ്കന്ദദേവൻ. ഇക്കാര്യം വളരെ കൃത്യമായി സ്കന്ദപുരാണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ വളരെ വളരെ വിശേഷപ്പെട്ട ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് 2026 മാർച്ച് മാസം 23 തീയതി തിങ്കളാഴ്ച. കാർത്തികയും തിങ്കളാഴ്ചയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ശിവപ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉത്തമം. ലക്ഷ്മി ദേവിക്ക് പൂജകൾ ചെയ്യുന്നതിന് വളരെയധികം ഉത്തമം. പഞ്ചമി തിഥി ആയതുകൊണ്ട് തന്നെ വാരാഹി പോലെയുള്ള ദേവതകൾക്ക് പൂജ ചെയ്യുന്നത് വളരെയധികം ഉത്തമം. വാരാഹി ദേവിക്ക് രാത്രി കാലങ്ങളിലാണ് പൂജ ചെയ്യേണ്ടത്. വാരാഹി ദേവിക്ക് നിങ്ങൾ പൂജ ചെയ്യുകയാണെങ്കിൽ ഇന്ന് 22 തീയതി, ഇന്ന് 22 തീയതിയാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത്. രാത്രിയിൽ 9:16 ശേഷം നമുക്ക് പൂജ ചെയ്യാം. രാത്രിയിൽ അർദ്ധരാത്രിയിൽ വേണമെങ്കിലും വാരാഹി ദേവിക്ക് പൂജ ചെയ്യാം. നാളെ അതിരാവിലെ നമുക്ക് വാരാഹി ദേവിക്ക് പൂജ ചെയ്യാം. കാരണം രാത്രിയുടെ ദേവത ആയതുകൊണ്ട് തന്നെ പകൽ സമയത്തെ പൂജയേക്കാൾ ശ്രേഷ്ഠമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുന്നത് രാത്രി കാലങ്ങളിലെയും അതിരാവിലെയുമുള്ള പൂജയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഭഗവതിയെ പ്രാർത്ഥിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. നമ്മളൊരു നിഷ്ഠയോടുകൂടി പൂജ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ കാരണം നാളെ ഒരു വൈകുന്നേരം ഒരു 6:38 വൈകുന്നേരം 6:38 കൂടി പഞ്ചമി തിഥി അവസാനിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭഗവതിയെ പ്രാർത്ഥിക്കാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് ശുക്ലപക്ഷ പഞ്ചമി എന്ന് പറയുന്നത്. ദേവിക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ദേവിക്ക് നെയ്വിളക്കാണ് ഏറ്റവും ഇഷ്ടം. നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നെയ്വിളക്കിൽ ഒരു വിളക്കെടുത്തിട്ട് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ 5 തിരിയിട്ട് തെളിയിക്കണം. 5 തിരിയിട്ട് തെളിയിക്കണം പഞ്ചമി തിഥിയിൽ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഭദ്രദീപമാണ് 5 തിരിയിട്ട് തെളിയിക്കുക എന്ന് പറയുന്നത്. അതിനെ ഭദ്രദീപം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തെളിയിച്ചു കഴിയുമ്പോൾ അവിടെ മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വിളക്കിലാണ് 5 തിരിയിട്ട് തെളിയിക്കുന്നതെങ്കിൽ ആ എണ്ണയിലേക്ക് ഒരു ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഒരു ഏലക്ക ഇട്ടിട്ട് ആ എണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ ഇട്ടിട്ട് ഒന്ന് കത്തിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. ഏലക്കയുടെ ആ സുഗന്ധം എവിടെയാണോ ഉള്ളത് അവിടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു അഷ്ടലക്ഷ്മി മന്ത്രം പറഞ്ഞു തരാം. ആ അഷ്ടലക്ഷ്മി മന്ത്രം നിങ്ങൾക്ക് 108 തവണ ജപിക്കാം, അല്ലെങ്കിൽ 21 തവണ ജപിക്കാം, അതല്ലെങ്കിൽ 4 തവണ ജപിക്കാം. മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് 4 വലത്തിട്ടാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 4 തവണ നമുക്ക് അർച്ചന ചെയ്യാം, അല്ലെങ്കിൽ 21 തവണ അർച്ചന ചെയ്യാം, 108 തവണ നമുക്ക് അർച്ചന ചെയ്യാം. ഞാൻ ആദിലക്ഷ്മിയുടെ ആ ഒരു നാമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോ നാമം ജപിക്കുമ്പോഴും വെളുത്ത പൂക്കൾ ഭഗവതിക്ക് അർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജപിക്കാവുന്നതാണ്. മഹാലക്ഷ്മിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിനെ ഭഗവതിയായി സമർപ്പിച്ചുകൊണ്ട് നിലവിളക്കിന്റെ ചുവട്ടിലേക്ക് നമുക്ക് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വെളുത്ത നിറത്തിലുള്ള പലഹാരങ്ങൾ, അതായത് വെളുത്ത നിറത്തിലുള്ള പാൽപ്പായസം, അല്ലെങ്കിൽ തേങ്ങ കൊണ്ടുള്ള ലഡു, റവ കൊണ്ടുള്ള ലഡു, അങ്ങനെ വെളുത്ത നിറത്തിലുള്ള മധുര പലഹാരങ്ങൾ, പായസം, രസഗുള, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഭഗവതിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് വെളുത്ത നിറത്തിലുള്ള പ്രസാദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ വെളുത്ത പൂക്കൾ കൊണ്ടുള്ള അർച്ചന അതും വളരെ ഇഷ്ടമാണ്. താമരപ്പൂക്കൾ, വെളുത്ത താമരയോ അല്ലെങ്കിൽ ചുവന്ന താമരയോ, ഏത് താമരയാണോ, താമരപ്പൂക്കളും ഭഗവതിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. കഴിയുന്നതും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് നാമം പറഞ്ഞു തരാം. ഓം ആദിലക്ഷ്മി നമഃ, ഓം വിദ്യാലക്ഷ്മി നമഃ, ഓം സൗഭാഗ്യലക്ഷ്മി നമഃ, ഓം അമൃതലക്ഷ്മി നമഃ, ഓം കമലാക്ഷി നമഃ, ഓം സത്യലക്ഷ്മി നമഃ, ഓം ഭോഗലക്ഷ്മി നമഃ, ഓം യോഗലക്ഷ്മി നമഃ, ഓം മഹാലക്ഷ്മി നമഃ. ഇങ്ങനെ നമുക്ക് ജപിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് 4 തവണ
8 തവണ, 108 തവണ, 21 തവണയൊക്കെ തന്നെ ജപിക്കാവുന്നതാണ്. 1008 തവണയൊക്കെ ജപിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് വളരെയധികം ഐശ്വര്യമാണ് ഭഗവതി കൊടുക്കുന്നത്. കാരണം ജപം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്ന് നൽകുന്നത്. ഒന്ന് ജപിച്ചു നോക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങൾ ജപിക്കാം, വെള്ളിയാഴ്ച ദിവസങ്ങൾ ജപിക്കാം, എല്ലാ ദിവസവും ജപിക്കാം, കാർത്തിക നക്ഷത്ര ദിവസം ജപിക്കാം, പഞ്ചമി നക്ഷത്ര ദിവസം ജപിക്കാം. അങ്ങനെ വിശേഷപ്പെട്ട എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ നിത്യജപത്തിലും നമുക്ക് ഈ ഒരു നാമം നമുക്ക് ജപിക്കാവുന്നതാണ്. വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്ത് ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നാളത്തെ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നതും ശുദ്ധാഹാരത്തിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും മഹാലക്ഷ്മി നൽകുമെന്നുള്ള കാര്യത്തെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.